അത്രയ്ക്കൊന്നും ഇല്ലടേ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാത്തോണ്ടേ ഒരിതൊക്കെ അങ്ങ് പോയി. അതാണ് പറയണത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. എന്തോന്നു ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തോണ്ടല്ലോ അപ്പം നടുവേന വരും. നടുവേന പറഞ്ഞോണ്ടിരുന്ന ഞാൻ ചെയ്യാൻ പറ്റില്ല. അതല്ല, ഈ നടുവേന വന്നു കഴിഞ്ഞാ പിന്നെ അതങ്ങ് പോകൂല, പിന്നെയും കൊണ്ട് അത് പോവുള്ളൂ. അതാണ് പറയുന്നത്, നമ്മള് നടുവേനെന്ന് പറഞ്ഞ് വിചാരിച്ചോണ്ടിരുന്ന ഞാൻ ജീവിതത്തിൽ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുക, അങ്ങ് ചെയ്യുക. നമ്മളെ കൊണ്ട് ഇത്രയും ഉപദേശം തരാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വിട്. ഞാൻ പറഞ്ഞ ആളെ കൊല്ലും തോന്നല്ലേ? വേണം അത്രയൊക്കെ ചെയ്യടാ. ഇത്രയും ഡയലോഗ് അടിച്ചല്ലേ, നീ ചെയ്യ്. ഡയലോഗ് വേറെ, ഫുഡ് കഴിച്ചിട്ട് മറ്റേ ഇത് ചെയ്യണൊക്കെ വേറെ. അത് തന്നെ, വാ കൊണ്ടുള്ളത് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല നിനക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങനെ നിക്കണം. നീങ്ങില്ലേ, കൈ എടുക്കുമ്പോ ചിലപ്പോ വീശിക്കൊള്ളും. നീ ചെയ്. നടക്കൂല്ലേ? പോടെ. അത് തന്നെ, നടക്കൂലേ. ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ പറയണത്. അതുകൊണ്ടൊന്നുമല്ല. അതെ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ കണ്ടാ, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഉരുക്കാണ്, ഉരുക്ക്. കിണി നോക്ക്, കിണി. ഞാൻ ഇതുണ്ടോന്നു ഒരു ഓട്ട വരുന്നുണ്ടോ? ശരിയാണല്ലേ? അതാരാ? ശങ്കര അപ്പൂപ്പായി. മക്കളെ അപ്പൂപ്പായി, ശങ്കരണ്ണ അതല്ല, വീട് മാറിയിട്ടില്ല. ഊപ്പാട് വന്നടാ. എന്ത് പറ്റി ഇങ്ങോട്ട് വരെ? ഇങ്ങ് പോയി. ആ വീട്ടിൽ ചെന്നാ? നമ്മളവിടെ ചെന്നിട്ട് നമ്മളില്ലെന്ന് കണ്ടപ്പോ എന്തായിരുന്നു അവസ്ഥ? ഞാൻ അവിടെ ചെന്ന് കൊച്ചു മുമ്പിലൊക്കെ വച്ചിട്ടായി. എന്റെ നല്ല ഊര് അത്രയും പോയടെ. അവിടെ ആരോടാ ചോദിക്കാൻ? ഞാൻ അവിടെയൊക്കെ നോക്കി ബാസി അന്വേഷിച്ചു. അവിടെ മൊത്തം നോക്കിയപ്പോ എന്തറിയാ, അവിടെ ബാസിയുടെ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കാണും. അത് തന്നെ. ഇവിടെ എനിക്കൊരു ബുദ്ധി വന്നു. ഒരു ആട്ടവും പിടിച്ച്, മഴക്കാലത്ത് ഒരു ആട്ടവും പിടിച്ച് ഒറ്റ കാറ്റായിട്ട് ദേവപുരത്തെന്ന് പറഞ്ഞുകൂടാ. വാഴക്കാലെന്ന് ഒരു ആട്ടവും പിടിച്ച്. അമ്മ കനകേച്ചി, വാഴക്കാലെന്ന് പിടിച്ച ഓട്ടോ ഏത്? ഈ ആട്ടോ. അമ്മൂമ്മ കനകേച്ചി വിളിച്ചതാ. അമ്മൂമ്മ, ശങ്കര, ശങ്കര മാമ. எப்படி இருக்கு? நல்லா இருக்கேன் மாமா. நல்லா இருக்கா? மாமா, உங்களுக்கு எப்படி தெரிஞ்சது நாங்கெல்லாம் இங்க இருக்கோம்னு? அது ஒரு ஊகம் வச்சு நான் போனேன். அது வந்து ഈ ലച്ചുവും പാറും ശിവയൊക്കെ എവിടെ? ലച്ചുവും പാറും കല്ലുമോളും കൂടെ കുഴിപ്പള്ളത്ത് പോയി. പിന്നെ ശിവ നേരത്തെ ചെന്നൈക്ക് പോയല്ലോ, ഉടനെ അവളിങ്ങി എത്തും. അയ്യോ, ദാ എടുക്കാം. എത്രയായി? 750. 750? അപാരിയായി. ഒരു 750 വന്നു. എത്ര? 750. 750 രൂപയോ? എന്തോന്നാ ശങ്കര ഇത്? ഇതെന്താണ് പറയണത്? വാഴക്കാരെന്ന് ഇതുവരെ അവൻ ഫ്രീയായിട്ട് കൊണ്ടത് ഇവാര് എന്റെ മച്ചമ്പിയാ. ഞാൻ ഇവിടെ അടിച്ച് എത്തി വച്ചിരിക്കുന്നില്ല. അതിന്റെ 750 രൂപ എടുത്ത് കൊടു. എന്റെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതൊക്കെ എടുത്ത് കൊടടിയില്ല. എന്താ എടുത്ത് കൊടാൻ പോകുമ്പോ പോട്ട് പൂപ്പോ സൂക്ഷിച്ചു കയറ. ഇപ്പൊ കൊണ്ടുവരാവേ. എന്തെങ്കിലും കുറയുവോ? ഇല്ല, ഇപ്പൊ കൊണ്ടുതരാം.